നമസ്കാരം, രാജീവാണ്. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നിങ്ങൾക്കറിയാം, ഒരു കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്, ഗുരുകുലമാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഗുരുകുലങ്ങളിലൊന്നാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ CS എക്സിക്യൂട്ടീവിന്, CS പ്രൊഫഷണലിനും അതുപോലെ CSൻ്റെ എൻട്രൻസിനും നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകളുണ്ട്. CS എക്സിക്യൂട്ടീവിന് മാത്രമാണ് ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സുകളുള്ളത്. ഗുരുകുലം രീതിയിൽ ലിമിറ്റഡ് സീറ്റ്സ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണുള്ളത്. CS എക്സിക്യൂട്ടീവിന് അർത്ത എഡ്ജ് ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കണ്ടോ, ഞാൻ ഇന്ന് നനഞ്ഞിട്ടാണ് വന്നത്. അതായത് മഴ പെയ്യുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് കയറി വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാരണം ഇത് പിന്നേക്ക് മാറ്റി വെച്ചാൽ ചിലപ്പോൾ ഞാൻ തന്നെ മറന്നു പോകും ഇത് പറയാൻ. പിന്നെ ആലോചിച്ചു, അയ്യോ അത് പറയാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അടുത്ത ശനിയാഴ്ച എക്സാമിനേഷനാണ്. ഡിസംബർ 2024 എക്സാമിനേഷൻ 21 ഡിസംബറിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ആ 21 ഡിസംബറിന് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരു ഫിയർ ഉണ്ട്. അതായത് എൻ്റെ പ്രിപ്പറേഷൻസ് മുഴുവനും ആയിട്ടില്ല, എനിക്ക് ഒരു ഭയം തോന്നുന്നു, ചില ചാപ്റ്ററുകൾ എനിക്ക് ഫോക്കസ് ഇല്ല സാർ, ചില ചാപ്റ്ററുകൾ എനിക്ക് മനസ്സിലാകുന്നില്ല സാർ, എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല സാർ, എനിക്ക് സെക്ഷൻസ് ഓർമ്മ വരുന്നില്ല സാർ, എനിക്ക് കേസ് ലോസ് ഓർമ്മ വരുന്നില്ല സാർ, എനിക്ക് പരീക്ഷ അടുക്കുന്തോറും ഭയങ്കര ടെൻഷൻ വരുന്നു സാർ, എനിക്ക് തലവേദന വരുന്നു സാർ, എനിക്ക് മൈഗ്രെയിൻ ഉണ്ടോ എന്ന് തോന്നുന്നു സാർ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല സാർ, എനിക്ക് ഉറക്കം വരുന്നില്ല സാർ. ഇങ്ങനെ നൂറായിരക്കണക്കിന് പ്രശ്നങ്ങൾ നിങ്ങൾ പലർക്കും ഉണ്ടാകാം. ഇതിൽ പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. കൂടുതലും വിളിക്കുന്നത് നമ്മൾ ഇവിടെ പഠിക്കാത്ത ആൾക്കാർ, അതായത് അവർ സെൽഫ് സ്റ്റഡിയൊക്കെ അങ്ങ് തീരുമാനിച്ചിട്ട്, അല്ലെങ്കിൽ ക്രൗഡഡ് ക്ലാസ് റൂമിൽ, അല്ലെങ്കിൽ 100 കണക്കിന് കുട്ടികൾ, അല്ലെങ്കിൽ 50, 60, 70, 100 കുട്ടികളൊക്കെ ഇരിക്കുന്ന ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഒരു അറ്റൻഷനും കിട്ടാത്ത കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഫിയർ വരിക. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല. നമ്മളിവിടെ 25 മുതൽ 30 സീറ്റ്, 25 സീറ്റാണുള്ളത്. 30 പേർക്ക് ഡേ സ്കോളേഴ്സ് അടക്കുമ്പോൾ 30 പേഴ്സൺസിന് മാത്രമാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ ഒരാഴ്ച വൃത്തിയായിട്ട് പഠിക്കാം? കാരണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പേടിച്ചതുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഈസി ആകാൻ പോകുന്നില്ല. പേടിച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇതിലും ടഫാകും. മനസ്സിലാക്കുക. CS എക്സിക്യൂട്ടീവിൻ്റെയും CS പ്രൊഫഷണലിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഡിയാണ്. ഇനി അത് പ്രിന്റ് ചെയ്യാൻ പോകുന്നതൊന്നുമല്ല. നിങ്ങളിപ്പം പേടിച്ചത് കൊണ്ട് ക്വസ്റ്റ്യൻ മാറുമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളിവിടെ ചെയ്യേണ്ടത്, ഈ ഫിയർ ഉള്ള ആൾക്കാർ, തലവേദനയുള്ള ആൾക്കാർ, കൺഫ്യൂഷൻ ആൾക്കാർ, ഉറക്കമില്ലാത്ത ആൾക്കാർ, നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി, അതായത് ഈ ടെൻഷൻ, ഈ സ്ട്രെസ്, ഈ ഫോക്കസ് ഇല്ലായ്മ, ഇത് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വിജയിപ്പിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഡിസ്ട്രാക്റ്റഡ് മൈൻഡിന്, ഫോക്കസ് ഇല്ലാത്ത മനസ്സിന്, കൺഫ്യൂഷനുള്ളൊരു മനസ്സിന് ഒരിക്കലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സക്സസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണെന്ന് മനസ്സിലാക്കുക. ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റുമോ? ഇല്ല. സ്മാർട്ടായിട്ട് കൂടെ നമ്മൾ വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ഈസ് ഈക്വൽ ടു സക്സസ്. ഈ ഒരാഴ്ച, ഇന്ന് ശനിയാഴ്ചയാണ്, ഇനി നമുക്ക് അങ്ങോട്ടുള്ള 7 ദിവസങ്ങൾ. ഈ 7 ദിവസങ്ങളിൽ നിങ്ങൾ ഒന്ന് ഉറപ്പിക്കുക, നിങ്ങൾ ആൾറെഡി റെഡിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് പരീക്ഷ എഴുതാൻ വേണ്ടി, മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങളുടെ ടെൻഷനുകളും നിങ്ങളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി റെഡിയായിട്ട് നിൽക്കുമ്പോൾ, പാസ്സാകേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ഇറ്റ് ഈസ് യുവർ റിക്വയർമെന്റ്. നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളെ തോൽപ്പിക്കാൻ റെഡിയാണ്. കാരണം നിങ്ങളൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആണ്. പഠിച്ച് കഴിഞ്ഞില്ല, പഠിച്ചെത്തിയില്ല, ആ ടോപ്പിക് അറിയില്ല, ഈ സെക്ഷൻ അറിയില്ല.
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളോട് ചോദിച്ചല്ലായിട്ട് അപ്പോൾ നിങ്ങൾക്കത് ഏതാണെന്ന് അറിയില്ല, അതും നിങ്ങളെ തോൽപ്പിക്കാൻ തയ്യാറാണ്. ഇവരോട് മത്സരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇനി അങ്ങോട്ടുള്ള 7 ദിവസം വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ രാജു സാറ് പറയും, ശ്രദ്ധിക്കുക. 1, എത്ര ടെംപ്ടേഷൻ ഉണ്ടായാലും പുതിയ ഒരു ടോപ്പിക് പഠിക്കാതിരിക്കുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇതുവരെ അറിയാത്തൊരു സാധനം പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാതിരിക്കുക. ഓരോ ചാപ്റ്ററും നമ്മളതിനെ ഏതൊക്കെ കാര്യങ്ങളാണ് ആ പുസ്തകം മറച്ച് പഠിക്കുക. ഒരിക്കലും ഫോക്കസ് ചെയ്ത് ഓരോ പേജസ് ആയിട്ട് വായിച്ച് പഠിക്കാതിരിക്കുക. റഫായിട്ട് 2 3 പ്രാവശ്യം നമുക്ക് ഓടിച്ച് അതിനുള്ളിൽ കൂടെ പോകാൻ സാധിച്ചാൽ നിങ്ങൾ പലപ്പോഴും മറന്നുപോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വരും. ഈ ഒരാഴ്ച ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, ജയിച്ചാലും വേണ്ടില്ല തോറ്റാലും വേണ്ടില്ല, ഐ ആം ഗോയിങ് ടു ഫൈറ്റ്. ഞാൻ മത്സരിക്കാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ഫോർ ദ ഫൈറ്റ്. ആ ഫൈറ്റിന് പോകുന്ന സമയത്ത് തോൽക്കാൻ പോകുന്ന ആളാണെങ്കിലും തോൽക്കുമെന്ന് ഉറപ്പുള്ള ആളാണെങ്കിലും അയാൾ മാക്സിമം പ്രിപ്പയർ ചെയ്തിരിക്കും. ഞാനിവിടെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ചാർലി ചാപ്ലിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഒരു ഗുസ്തി വീഡിയോ. ആ സമയത്ത് ഏറ്റവും വലിയ ഗുസ്തിക്കാരൻ ആയിട്ടുള്ള ആളുമായിട്ട് ചാർലി ചാപ്ലിൻ, ഒരു സിനിമയാണ്, അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു. ചാർലി ചാപ്ലിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ചിരിയാണ് വരുന്നത്, അല്ലേ? തോൽക്കുമെന്നറിയുന്ന ഒരു ഫൈറ്റിനാണ് പോകുന്നത്. എന്നാൽ ചാർലി ചാപ്ലിൻ ഫുൾ സെറ്റിലാണ് പോണത്. ഗ്ലൗസും ബൂട്ടും നിക്കറും ഒക്കെ ഇട്ട് ബോക്സിങ്ങിന് വേണ്ടി പോകുന്നു. ഓരോ പ്രാവശ്യവും അയാളുടെ കാലിൻ്റെ ഇടയിൽ കൂടെ രക്ഷപ്പെടുകയാണ്. അതുപോലെ നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ള ഏരിയകളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ സ്മാർട്ടായിട്ടുള്ള തോട്ട് പ്രോസസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനടുത്തുള്ള ഉത്തരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഉത്തരം ആൻസർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഫിയർ വിൽ ഡിഫീറ്റ് യു. ചാർലി ചാപ്ലിൻ ആ ഗുസ്തി മത്സരത്തിൽ ജയിക്കുകയാണ് ചെയ്തത്. ബിക്കോസ് അദ്ദേഹത്തിന് ആകെ ഇല്ലാതിരുന്നത് ഫിയറാണ്. കാരണം എന്താണ്, തുടക്കത്തിൽ ഫിയർ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊരു തമാശയായിട്ട് മാറുന്നു, അതിനൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്നു. പരാജയങ്ങൾ വേദനകൾ ക്രിയേറ്റ് ചെയ്യും. എന്നാൽ മാക്സിമം ശ്രമിച്ചിട്ടും പരാജയപ്പെടുകയാണെങ്കിൽ അതിൽ നമുക്ക് പറയാൻ പറ്റും, യെസ് ഐ ഡിഡ് മൈ പാർട്ട് എന്നുള്ളത്. I want each one of you to tell to the world that I did my part. So, പുതിയതായിട്ടൊന്നും പഠിക്കാതിരിക്കുക. നിങ്ങളുടെ ഏത് പേപ്പറുകളാണോ നിങ്ങൾ എഴുതുന്നത് ആ പേപ്പറുകളുടെ ടെക്സ്റ്റ് ബുക്ക് ഓടിച്ച് മറച്ചു നോക്കുക. അവസാനം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഓരോ ചാപ്റ്ററിലും ഉണ്ടായിരിക്കും. അതൊന്ന് ഓടിച്ചു വായിക്കുക. കാരണം ദിസ് ഈസ് ദ ടൈം ഫോർ റീകളക്റ്റിംഗ് വാട്ട് യു ഹാവ് ലേൺഡ്. ദിസ് ഈസ് നോട്ട് ദ ടൈം ടു ലേൺ സംതിങ് ന്യൂ. നിങ്ങൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അത് ഉറപ്പിക്കുക. അഥവാ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതെങ്കിലും മോർ ദാൻ 50% നിങ്ങൾ പഠിച്ചിടത്തുനിന്ന് വരും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചത് സ്ട്രോങ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പാസ്സാവും. ഇപ്പൊ പുതിയത് പഠിക്കാൻ പോയാൽ പഠിച്ചത് മറക്കുകയും പുതിയത് പഠിച്ച തലയിൽ കയറുമില്ല. സോ ഡോണ്ട് ഡു ദാറ്റ്. ഐ റിപ്പീറ്റ്, നെക്സ്റ്റ് 1 week, Sunday tomorrow, today is Saturday, Sunday to Saturday, like Sunday to Friday, you are not going to learn anything new. Whatever you already learned, revise it and revise it. How to revise? Don't read everything. Read the topic headings and try to remember whether you are able to. Then see the underlines you have made. If you are able to remember that particular point by reading the underlinings, then that will be fantastic. ഓടിച്ചോടിച്ച് വായിക്കും. ഒരു നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിനിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ പേടി മാറ്റിവെക്കും. ഫിക്സ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. Put your hard work. Don't take any risk.
റിവൈസ് ചെയ്ത് പഠിച്ച് തുറപ്പിക്കൂ. ദിസ് ഈസ് എ ടൈം ഫോർ ദാറ്റ്. ബിക്കോസ് യുവർ ഡെസ്റ്റിനി ഈസ് ടു ബിക്കം എ കമ്പനി സെക്രട്ടറി. ഐ എം ഷുവർ അബൌട്ട്. നിങ്ങളെ ഞാൻ ഒരു കമ്പനി സെക്രട്ടറി കാണാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ആർക്കെങ്കിലും വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളത് കണ്ടതിന് നന്ദി. ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്.